സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സി ഗിഗ് തൊഴിലാളികൾ നാളെ മുതൽ പണിമുടക്കിലേക്ക്. സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സി ഗിഗ് തൊഴിലാളികൾ നാളെ മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. ടാക്സി കുത്തകയായ ഊബറിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ 3 ദിവസത്തെ ആപ്പ് ബഹിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഊബർ ഡ്രൈവർമാർക്ക് പുറമെ സൊമാറ്റോ, സ്വിഗ്ഗി തൊഴിലാളികളും പണിമുടക്കിൽ പങ്കുചേരും. CBSE ബോർഡ് പരീക്ഷ നാളെ തുടങ്ങും. ചോദ്യപേപ്പർ ചോർന്നെന്ന് വ്യാജ പ്രചരണം. നാളെ തുടങ്ങുന്ന CBSE ബോർഡ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന പ്രചരണത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് CBSE. വിദ്യാർത്ഥികൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്നും ഇത്തരം പ്രചരണങ്ങൾക്കെതിരെ പരാതി നൽകുമെന്നും ബോർഡ് വ്യക്തമാക്കി. പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ബോർഡ് വ്യക്തമാക്കി. കാറിടിച്ച വീട്ടമ്മ മരിച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി. അടൂർ ഇളമണ്ണൂരിൽ കാറിടിച്ച വീട്ടമ്മ മരിച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ്. മദ്യലഹരിയിൽ വാഹനം ഓടിച്ച തമിഴ്നാട് സ്വദേശികളായ 3 യുവാക്കളാണ് പിടിയിലായത്. അപകടത്തിന് ശേഷം നിർത്താതെ പോയ കാറിനെ നാട്ടുകാരുടെ സഹായത്തോടെ പുനലൂരിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ഞായറാഴ്ച വൈകിട്ട് ഇളമണ്ണൂർ ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കാൻ നടന്നു പോവുകയായിരുന്ന ഭക്തർക്ക് നേരെയാണ് മരണപ്പാച്ചിലുമായി കാർ എത്തിയത്. ബസ്സിൽ വെച്ച യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ യുവാവ് പിടിയിൽ. ഇടപ്പള്ളിയിൽ KSRTC ബസ്സിൽ വെച്ച യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ യുവാവ് പിടിയിൽ. ആലപ്പുഴ മാന്നാർ സ്വദേശി സാബുവിനെയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെറുതോണിയിൽ നിന്നും എറണാകുളത്തേക്ക് വരികയായിരുന്ന KSRTC ബസ്സിലാണ് സംഭവം. ബസ്സിലുണ്ടായിരുന്ന ഇടുക്കി സ്വദേശിനിയായ യുവതിക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. പഠനാവശ്യത്തിനായി വരികയായിരുന്ന യുവതിയാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയായത്. ഉടൻ തന്നെ യുവതി കണ്ടക്ടറോട് വിവരം പറഞ്ഞു. തുടർന്ന് പാലാരിവട്ടം പോലീസ് യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കാട്ടുപന്നി കുറുകെ ചാടി, ഓട്ടോറിക്ഷ മറിഞ്ഞ യാത്രക്കാരന് ദാരുണാന്ത്യം. കതിരൂർ 3-ാം മൈലിൽ കാട്ടുപന്നി കുറുകെ ചാടിയതിനു പിന്നാലെ ഓട്ടോറിക്ഷ മറിഞ്ഞ യാത്രക്കാരന് ദാരുണാന്ത്യം. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. മത്സ്യക്കച്ചവടക്കാരനായ കൂത്തുപറമ്പ് നരവൂർ സ്വദേശി N പ്രദീപനാണ് മരിച്ചത്. തലശ്ശേരിയിൽ നിന്നും ഓട്ടോയിൽ വിൽപ്പനയ്ക്കുള്ള മത്സ്യവും എടുത്ത് പോകുന്നതിനിടെയായിരുന്നു അപകടം. അപകടത്തിന് പിന്നാലെ പ്രദീപിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ തിരുത്തേണ്ടത് തിരുത്തണമെന്ന് വെള്ളാപ്പള്ളി. ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ തിരുത്തേണ്ടത് തിരുത്തണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സർക്കാർ പ്രവർത്തനം കൊണ്ട് തിരുത്തിയതായി കണ്ടെന്നും കേസുകൾ പിൻവലിക്കണമെന്ന് സർക്കാർ തീരുമാനിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സ്ത്രീ പ്രവേശനവുമായി SNDPയുടെ നിലപാട് വ്യക്തമായി പറഞ്ഞതാണ്. വിഷയത്തിൽ മുമ്പ് വന്ന വിധി വേദനാജനകമായിരുന്നു. സ്ത്രീ പ്രവേശനം പരമ്പരാഗതമായി ശബരിമലയിൽ ഇല്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. ആൾതാമസമില്ലാത്ത വീട്ടിൽ കുഴിച്ചിട്ട നിലയിൽ അസ്ഥികൂടം കണ്ടെത്തി. അന്വേഷണം ആരംഭിച്ച് പോലീസ്. തൃശൂർ എരുമപ്പെട്ടിയിൽ ആൾതാമസം ഇല്ലാത്ത വീട്ടിൽ കുഴിച്ചിട്ട നിലയിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസ്. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. 3 വർഷം മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. എരുമപ്പെട്ടി നെല്ലിക്കുന്നിൽ പാടശേഖരത്തിന് സമീപമുള്ള ആൾതാമസമില്ലാത്ത വീടിന്റെ പിറകിലെ ചായ്പിലാണ് കുഴിച്ചിട്ട നിലയിൽ തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത്. തുണികളുടെയും പായയുടെയും അവശിഷ്ടങ്ങളും അസ്ഥികൂടത്തിനൊപ്പം കണ്ടെത്തിയിരുന്നു. തിരുവനന്തപുരം നെടുമങ്ങാട് ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിനെതിരെ വീണ്ടും ചികിത്സാ പിഴവെന്ന ആരോപണം. ഗർഭ ശുശ്രൂഷയുടെ ഭാഗമായി കുത്തിവെപ്പെടുത്തതിനെ തുടർന്ന് യുവതിയുടെ കാലുകളിൽ പഴുപ്പുണ്ടായെന്നാണ് പരാതി. എന്നാൽ ഇതേക്കുറിച്ച് ഒരു പരാതിയും ആശുപത്രിയോ തന്നെയോ അറിയിച്ചിട്ടില്ലെന്ന് രജനിയെ ചികിത്സിച്ച ഡോക്ടർ ഹൃദ്യ പറയുന്നു. ഈ മാസം 5 മുതൽ 9 വരെയാണ് ചുള്ളിമാനൂർ സ്വദേശി രഞ്ജിനി നെടുമങ്ങാട് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. തിരുവല്ലയിൽ രാജു എബ്രഹാമിനെതിരെ പോസ്റ്ററുകൾ. അഴിമതി ആരോപണങ്ങൾ നടപടി നേരിട്ട് തരം താഴ്ത്തപ്പെട്ട പ്രകാശ് ബാബുവിന് സ്ഥാനക്കയറ്റം നൽകാൻ തീരുമാനിച്ചതിന് പിന്നാലെ തിരുവല്ലയിൽ CPM ജില്ലാ സെക്രട്ടറിക്കെതിരെ പോസ്റ്ററുകൾ. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിനെതിരെയാണ് വ്യാപകമായ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. പ്രകാശ് ബാബുവിനെ ലോക്കൽ സെക്രട്ടറിയാക്കിയ നടപടി റദ്ദു ചെയ്യണമെന്നും വിവാദമായ ഈ തീരുമാനമെടുത്ത രാജു എബ്രഹാമിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നുമാണ് പോസ്റ്ററിലെ ആവശ്യം. പാങ്ങോട് സൈനിക ക്യാമ്പിലെ 20 പേരുടെ ഫിംഗർ പ്രിന്റ് പരിശോധന നടത്തി. പാങ്ങോട് സൈനിക ക്യാമ്പിലെ ആനക്കൊമ്പ് മോഷണത്തിൽ 20 പേരുടെ വിരൽ അടയാളം രേഖപ്പെടുത്തി. ഓഫീസേഴ്സ് ബസ്സിൽ ജോലി ചെയ്യുന്ന സൈനികരുടെ വിരലടയാളമാണ് രേഖപ്പെടുത്തിയത്. മോഷണം പോയ കൊമ്പുകൾ സൂക്ഷിച്ചിരുന്ന ചില്ല് ഫ്രെയിമിൽ വിരലടയാളങ്ങൾ ഉണ്ടായിരുന്നു. ഇതുമായി താരതമ്യം ചെയ്യാനാണ് ക്യാമ്പിലുള്ളവരുടെ വിരലടയാളം ശേഖരിച്ചിരിക്കുന്നത്. മെസ്സിലെ കുക്കിനെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട്. 3 ദിവസത്തിനുള്ളിൽ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അന്വേഷണ സംഘം പ്രതികരിച്ചു. ഓഫീസേഴ്സ് ക്ലബ്ബിൽ സൂക്ഷിച്ചിരുന്ന ആനക്കൊമ്പുകളാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത്.